RxJS interoperators with Angular അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളോടെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ഒബ്സർവബിൾ എഴുതാൻ പോവാണ്. കോൺസ്റ്റന്റ് ഇന്റർ ഈക്വൽ ടു ഇന്റർവൽ ഓഫ് 1000. Protected ഇന്റർവെൽ ദിസ് ഡോട്ട് നമ്മൾ എന്നിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇത് കൺസോൾ ലോഗ് ഓഫ് വാൽവ് അടിച്ചു കൊടുത്തു. അതായത് ഈ ഇന്റർവെൽ ഓഫ് 1000 എന്ന് പറയുന്ന സാധനം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇന്റർവെൽ ഡോട്ട് സബ്സ്ക്രൈബ് ഓഫ് 1000 ഈക്വൽ ടു കൺസോൾ ലോഗ് ഓഫ് വാൽവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ കൺസോൾ കാണിച്ചു തരാം എങ്ങനെയാണ് വാല്യൂസ് എടുക്കുക. 0 1 2 3 4 5 6 7 അങ്ങനെ ഓരോ സെക്കൻഡ് ഇടുമ്പോൾ ഓരോ വാല്യൂ ഇതിങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതൊരു ഒബ്സർവബിൾ ആണ്. ഇപ്പം എനിക്ക് ഈ ഒബ്സർവബിളിനെ ഇനി എനിക്ക് സിഗ്നൽ ആക്കി മാറ്റണമെങ്കിൽ അത് എങ്ങനെ പോസിബിൾ ആകണം എന്ന് നോക്കാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടു സിഗ്നൽ എന്ന് പറയുന്ന വാല്യൂ. അപ്പം ആദ്യം നമ്മളൊരു സിഗ്നൽ ഡിഫൈൻ ചെയ്യണം. ഞാൻ ഇന്റർവൽ സിഗ്നൽ എന്ന് എഴുതാൻ പോവാണ്. ടു സിഗ്നൽ ഓഫ് ദിസ് ഡോട്ട് ഇന്റർവൽ ഇനിഷ്യൽ വാല്യൂ ഓഫ് 0 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു എറർ ഉണ്ട്. ആ എറർ എന്താ നമുക്ക് ആദ്യം കാണാം. ത്രൂ എറർ അടിക്കുന്നുണ്ട്. എറർ എന്താന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ ഒരു എറർ അടിക്കണമായിരുന്നു. എറർ എന്താ വരാത്ത? ആക്ച്വലി നമ്മൾ ഇൻടു സിഗ്നൽ എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ടല്ലോ ഇവിടെ ഈ ഇന്റർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം. അത് നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. I'll write another x2 interval signal. Let's see there any error. 30 31 32 33 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ആംഗുലർ 19 വേർഷൻ വരെ ഇതിനകത്തൊരു എറർ അടിക്കുമായിരുന്നു. അതായത് ഇഞ്ചക്ഷൻ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ഇത് എഴുതാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ആംഗുലർ 20 മുതൽ അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം എനിക്ക് എറർ വരുന്നില്ല. നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ എക്സ്പ്ലനേഷനകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടോന്ന്. കാരണം പക്ഷേ എക്സ്പ്ലനേഷനകത്തും ഇഞ്ചക്ഷൻ കോണ്ടെക്സ്റ്റിനകത്ത് തന്നെയാണ് വാല്യൂസ് എഴുതുന്നത്. To signal need to be run in a default injection context, such as during the construction of a component or a service. If an injection context is available, you can manually specify injector to be used എന്ന് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്ന പോലെ ഇത് കൺസ്ട്രക്ടറിനകത്തേക്ക് മാറ്റാം. ഈക്വൽ ടു സിഗ്നൽ എന്നുള്ളത് മാറ്റിയിട്ട് ഇന്റർവൽ സിഗ്നലിൽ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു സിഗ്നൽ ഓഫ് 0 കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് മാറ്റി ഇന്റർവലിനെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് മാറ്റി ടു സിഗ്നൽ ഓഫ് ദിസ് ഡോട്ട് ഇന്റർവൽ സിഗ്നൽ. ദിസ് ഡോട്ട് ഇന്റർവൽ സിഗ്നൽ ഈക്വൽ ടു ഇവിടുത്തെ ഇനിഷ്യലൈസേഷൻ ഞാൻ മാറ്റി.
അതിനുശേഷം ഇന്റർവൽ സിഗ്നൽ ഈക്വൽ ടു ദിസ് ടു സിഗ്നൽ ഓഫ് ദിസ് ഡോട്ട് ഇന്റർവൽ ഇനിഷ്യൽ വാല്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം കോഡ് സർക്യൂട്ടിൽ വന്ന് നമുക്കറിയാം ആ ടൈമർ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ടു ഇന്റർവൽ എന്ന് പറയുന്ന ഒബ്സർവറിൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ടൈമർ റൺ ചെയ്യുന്ന പോലെ കാണിക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു RxJS വേരിയബിൾ കൂടിയാണ്. ഇപ്പം ഇതിനകത്ത് പിന്നെ 2-3 ഓപ്ഷൻസ്, ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട 2-3 ടോപ്പിക്കുകളുണ്ട്, 2-3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. അതിനകത്ത് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരുന്നില്ല. അൺഡിഫൈൻഡ് ഇനിഷ്യൽ, ഇപ്പം നമ്മളിവിടെ ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഇനിഷ്യൽ വാല്യൂ ഈക്വൽ ടു 0. ഞാനിപ്പോൾ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 അല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഫസ്റ്റ് വാല്യൂ അൺഡിഫൈൻഡ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇനിഷ്യൽ വാല്യൂ നമ്മൾ 0 ആയിട്ട് കൊടുക്കുന്നത്. അതിപ്പം എനിക്ക് ഇവിടെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവിടെ ഇനിഷ്യൽ വാല്യൂ പെട്ടെന്ന് 0, ഞാനൊന്ന് നോക്കട്ടെ, ഇങ്ങോട്ട് വരും ചാൻസ് കുറവാണ്. ബട്ട് വിൽ ചെക്ക് വാട്ട് ഹാപ്പൻസ് ഇഫ് ഇനിഷ്യൽ വാല്യൂ ഇസ് റിമൂവ്ഡ്. ഇന്റർവൽ ആയതുകൊണ്ട് അതിനങ്ങനെ വരാൻ, ഇന്റർവൽ ആയതുകൊണ്ട് അത് ഇനിഷ്യൽ വാല്യൂ 0 തന്നെ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്, ചിലപ്പോൾ അത് അൺഡിഫൈൻഡ് ആയിട്ട് വരുന്നതിൻ്റെ ആയിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഇഫ് യു ഡോണ്ട് പ്രൊവൈഡ് എൻ ഇനിഷ്യൽ വാല്യൂ, റിസൾട്ടന്റ് സിഗ്നൽ വിൽ റിട്ടേൺ അൺഡിഫൈൻഡ് അണ്ടിൽ ദ ഒബ്സർവർ എമിറ്റ്. ഒബ്സർവർ എമിറ്റ് ചെയ്യുന്നിടം വരെ അൺഡിഫൈൻഡ് വാല്യൂ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുക. ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദ async pipes behavior returning null. ഇനി അത് പറയുന്ന വേറൊരു കാര്യം, റിക്വയസ്റ്റ് സിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ നമ്മളൊരു ബിഹേവിയറൽ സബ്ജക്റ്റ് എഴുതിയതിനു ശേഷം ഇൻ ദോസ് കേസസ് ബിഹേവിയറൽ സബ്ജക്റ്റ് ആണ് നമ്മൾ ഈ സം ഒബ്സർവർ ഗ്യാരണ്ടി ടു എമിറ്റ് സിങ്ക്രനസ്ലി. അതിലൊരു എക്സാമ്പിൾ ആണ് ബിഹേവിയറൽ സബ്ജക്റ്റ്. ആ കേസിൽ റിക്വയസ്റ്റ് സിങ്ക് ട്രൂ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒബ്സർവർ എന്തോ ചെയ്യും, ഒബ്സർവർ സിങ്ക്രനസ്ലി എമിറ്റ് ചെയ്യുകയും ചെയ്യും. ആ കേസിൽ അൺഡിഫൈൻഡ് എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് സ്റ്റോർ ആവില്ല, അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ റിക്കോർഡ് ആവില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു ഒബ്സർവർ എഴുതി നോക്കാം. is equal to new behavior subject names is equal to new behavioral subject or string Ankit, Sumit, Vivek, Suresh അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിനകത്ത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ടു ദോസ് ഇന്റർവെലിന് പകരം ഞാൻ ഇന്റർവൽ സിഗ്നലിന്റെ പേര് മാറ്റി നെയിംസ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ദിസ് ഡോട്ട് നെയിംസ്. Let's see what happens here. ഇവിടെ നമുക്ക് റിഫ്രഷ് ചെയ്യുമ്പോൾ തന്നെ ആ വാല്യൂസ് വരുന്നുണ്ട്. ഒരു അൺഡിഫൈൻഡ് വാല്യൂ 2-3 സെക്കൻഡിലേക്ക് വരുന്ന കേസ് ഇവിടെ ഇല്ല, കാരണം ഇവിടെ ഒരു ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടാണ്, നമ്മളൊരു ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് this dot names dot next of 1 2 3 4 5 എന്ന് പറഞ്ഞു കൊടുത്തു. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് സീ, ഇപ്പോൾ 1 2 3 4 5 ആണ് വരുന്നത്. നമുക്ക് ആ ഫസ്റ്റ് വാല്യൂ കാണാൻ പോലും, ലാസ്റ്റ് വാല്യൂ മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ദിസ് ഡോട്ട് സിങ്ക് കൊടുത്തതിന് ശേഷം ഇവിടെ റിക്വയർ സിങ്ക് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുമോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാണുന്നത്ര ഒരു ചേഞ്ച് ഇവിടെ വരുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ അതിൻ്റെ ഇതുമായിട്ടത് ടോട്ടലി സിങ്ക് ആയിട്ട് പോകും. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി ഞാൻ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, ഓക്കെ, ഇത് മാറ്റിയിട്ട് വെറും സബ്ജക്റ്റ് ആക്കാം, ന്യൂ സബ്ജക്റ്റ്.
ന്യൂ സബ്ജക്റ്റ് ഓഫ് സ്ട്രിങ് ഓഫ് 0 എന്ന് പറഞ്ഞു കൊടുത്തു. സ്ട്രിങ് അറയാണ്. ആൻഡ് ഇവിടെ എന്തോ ഒരു എക്സെപ്ഷൻ അടിക്കുന്നുണ്ട്. ഇവിടെ required true എന്ന് പറഞ്ഞോണ്ട് 1 2 3 4 5 തന്നെ ഇവിടെ വാല്യൂ വരുന്നുണ്ട്. പക്ഷെ ഇവിടെയും നമുക്ക് അൺഡിഫൈൻഡ് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത്രയും മനസ്സിലാക്കി വെക്കണം നമ്മൾ. ഒരു ബിഹേവിയറൽ സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ റിക്വയർഡ് സിങ്ക് ട്രൂ ആക്കി കൊടുക്കാം. കാരണം അവിടെ ഒരു ഇനിഷ്യൽ വാല്യൂ ഇനിഷ്യലൈസേഷൻ ഉണ്ട്. അല്ലാതുള്ള എല്ലാ കേസസും ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അൺഡിഫൈൻഡ് വാല്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം ഇവിടെ ഞാൻ ഇനിഷ്യൽ വാല്യൂ ഈക്വൽ ടു ABC എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ നമ്മൾ ഒരു സെക്കൻഡിലേക്ക് ഒരു ഇന്റർവൽ ടൈം സെക്കൻഡ് ഒരു സെറ്റ് ടൈം ഔട്ട് ഇട്ട് നോക്കിയിട്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെറ്റ് ടൈം ഔട്ട് ഇട്ട് നോക്കുമ്പോൾ രണ്ട് വാല്യൂം സ്ക്രീനിൽ വരുന്നുണ്ടോ എന്ന്. ഇവിടെ 1 2 3 4 5 എന്നൊരു വാല്യൂ വന്നിട്ടുണ്ട്. ആ വാല്യൂ നമുക്ക് 5000 മില്ലി സെക്കൻഡ്സ് 5 സെക്കൻഡ്സ് വന്നപ്പം അടുത്ത വാല്യൂം വരുന്നുണ്ട്. നൗ ഞാൻ ഇനി ഈ വാല്യൂ റിമൂവ് ചെയ്യണം. And I'm removing this initial value also. ഇവിടെ വാല്യൂസ് ഒന്നും തന്നെ വരുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് അൺഡിഫൈൻഡ്. 5 സെക്കൻഡ്സിന് ശേഷമാണ് അടുത്ത വാല്യൂ വരുന്നത്. അപ്പോൾ ആ അൺഡിഫൈൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്പേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ കൊടുക്കുന്നത്. കീപ് ദിസ് ഇൻ മൈൻഡ് and follow this channel or subscribe this channel for next video.